ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും KV സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ 7th ചാപ്റ്റർ ആയിട്ടുള്ള വാ മേരെ കൂടെ എന്ന് പറഞ്ഞിരിക്കുന്ന പാഠമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതൊരു കവിതയാണ്. ഈ കവിത നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. एक कदम दो कदम तीन कदम ताल, वाह मेरे घोड़े क्या तेरी चाल. एक कदम दो कदम तीन कदम ताल, भाग मेरे घोड़े चल नैनीताल. एक कदम दो कदम तीन कदम ताल, ले मेरे घोड़े चने की दाल. एक कदम दो कदम तीन कदम ताल, खा कर दिखा फिर अपना കമാൽ. അപ്പം ഈ കവിത എഴുതിയിരിക്കുന്നത് രമേശ് തേയിലങ് എന്ന് പറഞ്ഞിരിക്കുന്ന ആള് ആണ്. അപ്പം നമുക്ക് ഇനിയും ഈ കവിത വായിച്ചൊന്ന് മനസ്സിലാക്കിയാലോ. അപ്പം എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? വാ മേരെ കൂടെ. വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാവ് എന്നാണ് അർത്ഥം. ഗോഡെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹോഴ്സ് എന്നാണ് അർത്ഥം. എൻ്റെ ഹോഴ്സ് വളരെ അമേസിങ് ആണ് എന്നാണ് ഈ കവിതയുടെ പേരിൻ്റെ അർത്ഥം. एक कदम दो कदम तीन कदम ताल, വാ മേരെ ഘോഡെ ക്യാ തേരി ചാൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? കദം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് എന്നാണ് അർത്ഥം. താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിതം എന്നാണ് അർത്ഥം, താളം. അതുപോലെ ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന രീതി എന്നാണ് അർത്ഥം. നമ്മുടെ കുതിര ഒന്നാമത്തെ സ്റ്റെപ്പ് വെക്കുന്നതും രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കുന്നതും മൂന്നാമത്തെ സ്റ്റെപ്പ് വെക്കുന്നതും എങ്ങനെയാണ്? ഒരേ താളത്തിലാണ് ദേ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ കൂട്ടെ. അത് കണ്ടിട്ട് നമ്മുടെ കുട്ടി പറയുകയാണ്, ആ നീ നടക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, കാണാൻ എന്ത് രസമാണെന്നറിയാമോ എൻ്റെ കുതിരേ എന്ന്. ഇനി അടുത്ത വരി എന്താണ് പറഞ്ഞിരിക്കുന്നത്? एक कदम दो कदम तीन कदम ताल, भाग मेरे घोड़े चल നൈനിതാൽ. ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓടിപ്പോകൂ എന്നാണ് അർത്ഥം. ചൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോകൂ എന്നാണ് അർത്ഥം. അപ്പം ഈ കുട്ടി പറയുകയാണ്, നീ നിന്റെ സ്റ്റെപ്സ് ഒരേ വിധത്തിൽ മുന്നോട്ട് വെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക? പതുക്കെ പതുക്കെ കാലുകളുടെ വേഗത കൂട്ടി നീ ഓടി നൈനിതാളിലേക്ക് പോകാനാണ് കുട്ടി തൻ്റെ കുതിരയോട് പറയുന്നത്. ഈ നൈനിതാൾ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലുള്ള ഒരു ചെറിയ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി അടുത്ത ലൈനിൽ എന്താണ് കുട്ടി പറയുന്നത് കുതിരയോട്? एक कदम दो कदम तीन कदम ताल, ले मेरे घोड़े चने की दाल. അപ്പം കുട്ടി പറയുകയാണ്, നിന്റെ സ്റ്റെപ്സ് ഒരേ രീതിയിൽ ഒരേ വിധത്തിൽ താളത്തിൽ മുന്നോട്ട് വെച്ച് പോകൂ. എന്നിട്ട് നീ എന്ത് ചെയ്യൂ? ദാ ഞാൻ തരുന്ന ഈ ചെനയ്ക്ക് ദാൽ എന്താണ്? കടലപ്പരിപ്പ് എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ കുട്ടി പറയുന്നേ? ഈ കദം ദോ കദം തീൻ കദം താൽ, കാക്കർ ദിക്കാ ഫിർ അപ്നാ കമാൽ. നീ എന്ത് ചെയ്യുക? ഞാൻ തന്ന ആ കടലപ്പരിപ്പ് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുക? നിന്റെ കഴിവങ്ങോട്ട് കാണിക്കുക. കമാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവ്. ഇതുവരെ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് വെച്ച് നടന്നു പോയിക്കൊണ്ടിരുന്ന കുതിര പെട്ടെന്ന് നമ്മുടെ കടലപ്പരിപ്പ് തിന്നപ്പോഴത്തേക്കും എങ്ങനായി? എനർജറ്റിക് ആയിട്ട് പടപടേന്നും പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പം സൂപ്പറായിരുന്നു നമ്മുടെ ഈ കവിത അല്ലേ? അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.